നിങ്ങളുടെ തോട്ടങ്ങളൊക്കെ ഫലപുഷ്ടിയുള്ളതായിരിക്കും. നമ്മുടെ തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒത്തിരി വിളവെടുത്തു. എൻ്റെ ചേച്ചി വന്നിട്ട് 20 തക്കാളിയോളം പറിച്ചു. ഇന്ന് നമ്മൾ അടുത്ത തക്കാളിയും പറിക്കാൻ പോവുകയാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇറ്റ്സ് വെരി കോൾഡ് ഹിയർ. ഹല്ലേലൂയ. കുറേ തക്കാളി പറിച്ചു. പിന്നെ എനിക്ക് കിട്ടി കുറേ മുളക്, 2-3 മുളകും പറിച്ചായിരുന്നു. ഓക്കെ, ഇതിൽ നിന്നും എല്ലാം പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ അടുത്ത തക്കാളി നമ്മൾ വിളവെടുക്കുന്നു. ഭയങ്കര സന്തോഷം ഇവരെ കാണുമ്പോൾ. നിങ്ങളുടെ ജീവിതത്തിലും മാർച്ച് മാസം ഒരു അനുഗ്രഹമായിരിക്കട്ടെ, വിളവെടുപ്പിൻ്റെ ഒരു മാസമായിരിക്കട്ടെ. ഞാനിന്ന് 2-3 പേരോട് പറഞ്ഞത്, ഒരു സൂമിൽ മെസ്സേജ് കൊടുത്തതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കരുത്. സൂമിൽ മെസ്സേജ് കൊടുത്ത് കയ്യടി വാങ്ങാനല്ല കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്തത്. കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുക. പാസ്റ്റർമാരെ നമ്മളെ സൂമിൽ കൈയടിപ്പിക്കാനായിട്ടും ഒക്കെ പ്രബോധിപ്പിക്കും. ഒരു സ്ത്രീക്ക് പാസ്റ്ററാകാൻ പറ്റുമെന്ന് ഏതെങ്കിലും ഒരു പാസ്റ്റർ പറയാൻ പറ്റുമെങ്കിൽ അദ്ദേഹമാണ് പിതാവിൻ്റെ മനസ്സറിഞ്ഞത്. ഹല്ലേലൂയ. അവർക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ. സഹോദരിമാരെ, എഴുന്നേൽക്കുക. നിങ്ങളുടെ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ എഴുന്നേൽക്കുക. ആമേൻ. കർത്താവിൻ്റെ മനസ്സിനെ ആ മറിയ കാൽക്കലിരുന്ന് അറിഞ്ഞതുപോലെ നിങ്ങളും അറിയുക. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുക. പാസ്റ്ററല്ല നിങ്ങൾക്ക് കിരീടം തരുന്നത്, കർത്താവാണ്. സഭയിൽ 1ാമത് അപ്പോസ്തലനാണ്. സ്തോത്രം. ഐ ആം നോട്ട് എഗെയിൻസ്റ്റ് ഓഫ് എനി വൺ. പക്ഷേ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുക, ഉണരുക, എഴുന്നേൽക്കുക. ബോൾഡോടുകൂടെ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. അപ്പോസ്തലപ്രവൃത്തി 26-26 അധ്യായം, യോഹന്നാൻ 17 അധ്യായം നിങ്ങൾ വായിക്കുക. നെവർ ഗിവ് അപ്പ്.